ചേച്ചിയുടെ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി സിനിമയിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, സീരിയലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലെ ഏതാ ഫേവറേറ്റ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും പ്ലാറ്റ്ഫോമിൽ വരിക, ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക, ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു ബ്ലെസ്സിംഗ്. ഓക്കെ, ചേച്ചിയുടെ ഷോസിന്റെ കാര്യം പറയുമ്പോഴേ നമുക്കിങ്ങനെ ഭയങ്കര എടുത്തു പറയേണ്ടത് ലൗഡ് സ്പീക്കർ ആണ്. അതിന് കിട്ടിയ ഒരു റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് റെക്കഗ്നിഷൻ ആയിരുന്നു അല്ലേ? അത് പക്ഷേ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അല്ല, പക്ഷെ എനിക്ക് ആ സമയത്ത് കുറെ വർക്കുകൾ മിസ്സായിട്ടുണ്ട്. കാരണം പിന്നെ പേര് പറയില്ല, ഒരു വലിയൊരു ഡയറക്ടർ ഞാൻ മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വേറൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ദേ നിന്നെ ഒരാൾ നോട്ടോട്ടണം. ഞാൻ പറഞ്ഞു ആരാ? ഞാൻ വെച്ചാൽ വല്ല ചാൻസ് ആണെന്ന് വിചാരിച്ചു. ആള് വിളിച്ചു തന്നിട്ട് ആ സാറ് കുറേ നേരം എന്തൊക്കെയോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു മൂവി ഞാൻ ഇത് പറഞ്ഞു അന്ന ദിവസം തന്നെ ഇതായിട്ട്. അതാ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. പക്ഷെ അന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു, സാർ അതല്ല, അത് സ്ക്രിപ്റ്റഡ് ആണ്, എന്നാലും ഞാൻ കുറച്ചാണ് പറയുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആണ്, പ്യുവർലി സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ പിന്നെ വേണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറെ ഞാൻ സംസാരിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇല്ല ഇല്ല ഇല്ല, ഞാൻ പിന്നെ അങ്ങനെയല്ല, നമ്മളും ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, നമ്മളൊരു വർക്ക് പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള നമുക്കറിയാം. അതെ, A to Z ആൾക്കാരും അതിൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ പറയില്ലല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, ആ പടം കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ല, കണ്ടില്ല, കാണാതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യം കേട്ടോ. ആ സമയത്ത് നമ്മൾ ലൗഡ് സ്പീക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആയിരുന്നു അത്? അല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടായതല്ലേ? പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങനെ ഇതായത്. വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ലൗഡ് സ്പീക്കർ ചെയ്യുന്ന സമയത്ത്? എന്നെ സംബന്ധിച്ച് എല്ലാരും, ഞാൻ പറയട്ടെ, ഞാൻ ചിലരോടൊക്കെ ചോദിക്കുക, ലൗഡ് സ്പീക്കർ ഞങ്ങൾ സ്ഥിരം കാണാറുണ്ട് കേട്ടോ. കാര്യം ചിലർ പറയും ഞങ്ങൾ സീരിയൽസ് ഒന്നും കാണാറില്ല, അങ്ങനെ ഇതായിട്ട് പറയുന്ന ആൾക്കാർ. പക്ഷെ ഇത് ലൗഡ് സ്പീക്കർ, അപ്പൊ ഞാൻ എടുത്ത വായിക്ക് ചോദിക്കണം, അപ്പൊ കുശുമ്പും കുന്നായ്മയും താല്പര്യം കൂടുതലല്ലേ, അങ്ങനെ ഇതായിട്ടേ പറയുള്ളൂ. എനിക്കങ്ങനെ വേറെ അങ്ങനെ മോശം ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം ഈ ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ എന്നോട് ആവശ്യമില്ലാത്തൊന്നും ചോദിക്കല്ലേ, എനിക്ക് വയ്യ സംസാരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഷോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ഇങ്ങനെ പല പല ഒപ്പീനിയൻസ് ആൾക്കാർ പറയുന്നതിനൊക്കെ ചേച്ചി എങ്ങനെ ഡീൽ ചെയ്യുക? അല്ല, ആക്ച്വലി എന്താ വെച്ചാൽ ലൗഡ് സ്പീക്കർ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇത്രയും മീഡിയ ഒന്നും ഇത്ര ഇതല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും മിണ്ടിയ അവിടുന്ന്, അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ഒരു ജോബ് അതാണല്ലോ. പക്ഷെ അന്ന് അത്രയും ഇതല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. മനസ്സിലായി? ഇപ്പൊ ഓരോ ഫാൻസ് ആൾക്കാരുണ്ട്, ഓരോ ആർട്ടിസ്റ്റൊക്കെ ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ പറയാം, മറ്റേ വിജയ് സാറിന്റെ പുലി ഇറങ്ങിയ സമയത്ത് ഇതുപോലെ അന്നൊരു ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഡയറക്റ്റ് ആരും വിളിച്ചിട്ട് ഇത് ചെയ്യാറില്ല. അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇതായിട്ട് പറയും. പിന്നെ ചാനലിലെ റിസപ്ഷനിലുള്ള പിള്ളേർ പറയും, ചേച്ചി ഞങ്ങൾ കേട്ടും അടുത്ത് അവരെ വിളിച്ചിട്ടാണ് ഫയറിങ്. ഈ ഫാൻസുകാരൊക്കെ ചിലവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഞങ്ങള് റോഡ് സൈഡിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ പുലിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഇനി ആരെങ്കിലും തീയൊന്നറിയില്ല. അപ്പൊ എനിക്ക് അത് ഇങ്ങനെ അവിടെ വിളിച്ച് പറയുന്നോണ്ട് എനിക്ക് അത് കാണുമ്പോ പേടിയായിരുന്നു. അല്ലാതെ അങ്ങനെ വേറെ അങ്ങനെ മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ വർക്കിന്റെയും കൂടെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരിക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ അറിയുക എന്നുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. ഉണ്ട്. ഞാൻ ഒട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചൊരു ഡ്രോബാക്ക് ആണ്. അതെന്താന്നറിയില്ല, പണ്ടേ ഞാൻ അതിനാണ്. ഇപ്പൊ നമ്മളുടെ ഈ ആൾക്കാരുടെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ്, പക്ഷെ അല്ലാണ്ട് ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയും ബ്രദറും ആണുള്ളത്. ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ പോലുള്ള സിംഗിൾസിനോട് എന്താ ചേച്ചി പറയാനുള്ളത്? കണ്ണ് തുടച്ചുകൊണ്ട് പറയണോ ചേച്ചി? വേണ്ടല്ലേ? വേണ്ട.
സിംഗിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ എന്റെ ഫ്രണ്ട്സ് 2-3 പേര് 2-3 മക്കളായിട്ടുള്ളവര് നീ ഇങ്ങനെ നടക്കണോണമ്മേ ഞങ്ങൾക്ക് സഹിക്കില്ല. ഞാൻ എന്നോട് എല്ലാരും പറയും ആണ് വെറുതെ ഉള്ള സമാധാനം കളയണം. അപ്പൊ സിംഗിൾസിനോട് പറയാൻ ഇത്രേ ഉള്ളൂ, വെറുതെ ഉള്ള സമാധാനം കളയണം. എന്നാലും ചേച്ചി ഏതെങ്കിലും ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്കൊരു പാർട്ട്ണർ വേണം എന്നൊക്കെ തോന്നുന്നു? തീർച്ചയായിട്ടും. അതിപ്പോ എത്ര എങ്ങനെ പറഞ്ഞാലും അതിപ്പോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഏജിന്റെയോ ആ ഒരു നമ്മുടെ ഒരു പ്രൊഫഷനിൽ നമ്മളിപ്പോ അങ്ങനെ ഇങ്ങനെ തിരക്കായിട്ട് നടക്കുന്നോണ്ടായിരിക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ സിംഗിൾസിനോട് അങ്ങനെ പറയാതെ ഞാൻ ചുമ്മാ തമാശ പറയണം കേട്ടോ. അങ്ങനെയല്ല, നമുക്കൊരു പാർട്ട്ണർ വേണം, നല്ലൊരാളെ സെലക്ട് ചെയ്യുക. കാര്യം നമ്മുടെ പ്രൊഫഷനെ മനസ്സിലാക്കുന്നതും, കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ്. ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നല്ല ആൾക്കാരെ മനസ്സിലാക്കുന്ന ഒരാളെ, നല്ലൊരു ഫാമിലി, നമ്മുടെ ഫാമിലിയെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം എന്നേ ഞാൻ പറയില്ല. കാരണം നമ്മൾ അതെ, നമ്മളിനി എന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി നുണയും കൊതിയൊക്കെ പറയാനും തല്ലുകൂടാനും ഒരാൾ വേണമല്ലോ. ഒരു പാർട്ട്ണർ നല്ലൊരാളെ സെലക്ട് ചെയ്യാന്നുള്ളൂ. അപ്പൊ ചേച്ചി പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ കാര്യങ്ങൾ, സിറ്റ്കോം കോമഡീസ് ഒക്കെ ചെയ്യും, സീരിയൽസ് ചെയ്യും. അപ്പം ചേച്ചിക്ക് എന്താ കംഫർട്ടബിൾ? അതായത് കംഫർട്ടബിൾ എന്നല്ല, കുറച്ചും കൂടെ സോഷ്യലി റെലവെന്റ് ആയിരിക്കും നമ്മൾ സറ്റയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. പൊളിറ്റിക്കൽ സറ്റയറും ഈ സിറ്റ്കോം സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ പൊളിറ്റിക്കലി റെലവെന്റ് ആയിരിക്കും. അപ്പൊ ചേച്ചിക്ക് ഒരു ഫൺ പരിപാടി അല്ലെങ്കിൽ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി ഏതാ അതിനകത്ത്? തീർച്ചയായിട്ടും സിറ്റ്കോം ആണ്. സിറ്റ്കോം അത് സീരിയൽസ് മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ കൂടുതൽ സിറ്റ്കോംസ് ആണ് ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ചാല് മെയിനായിട്ട് ചിലതിൽ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടാവും, ചിലതിൽ ത്രെഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ ആ ഡയലോഗ്സ്, അതിലുള്ള ഡയലോഗ്സ് തന്നെ നമ്മൾ പറയുക. ഇതിലങ്ങനെയല്ല, ഇതിലുള്ള ഡയലോഗ്സ് അല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമ്പോൾ വെച്ചാൽ നമ്മുടെ ഒരു കാലിബർ നന്നായിട്ട് ആവും എന്നുള്ള ഒരു ഇതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഡബ് ചെയ്യാൻ പോണ്ട, സ്പോട്ട് ഡബാണ്. പിന്നെ മറ്റേല് പോലെ ഒരുപാട് കോസ്റ്റ്യൂംസ് ആവശ്യം വരാറില്ല. സിറ്റ്കോമിൽ മിക്കവാറും സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, ഹോംലി ഇത് അങ്ങനെയൊക്കെ ആയിരിക്കും. റിയൽ സാധനങ്ങളാണല്ലോ പോർട്രേ ചെയ്യുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്, അങ്ങനെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴാണ്, ഈ സീരിയലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതുവെ ആർട്ടിസ്റ്റ് ഒക്കെ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയും ഒരുപാട് പൈസ ഡ്രസ്സിന് വേണ്ടി ചെലവാകും എന്ന് പറയും. ശരിക്കും ആണോ? ഒത്തിരി പൈസയാവും? നമ്മൾ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം എടുക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസയാവും? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഞാൻ വളരെ കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ചെയ്തിരിക്കണമൊക്കെ ഇതുപോലെ ഞാൻ പറയാം, കോമഡി ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവാറില്ല. അതിപ്പോ മെയിൻ ഹീറോയിൻ്റെ അമ്മ, മറ്റേ വില്ലത്തി, അങ്ങനെയുള്ള അല്ല വലിയ പോഷ് വീട്ടിലെ അങ്ങനെയുള്ളവർ. ഇപ്പം എനിക്കെല്ലാം കൂടുതലും സിമ്പിൾ. ഇപ്പം ഞാൻ ചെയ്യുന്ന സൂപ്പർ കൺമണിയിലും സാധാരണക്കാരാണ്, നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന. അപ്പം സാധാ സിമ്പിൾ സാരിയാണ്. എൻ്റെ 50 രൂപയുടെ സാരിയൊക്കെ ഉണ്ട്, 45 രൂപയുടെ സാരി, 50 രൂപ. നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവല്ലോ ഇങ്ങനെ നമ്മൾ ബൾക്കായിട്ട് പോയി മേടിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കാണും. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അതുപോലെ 45 രൂപയ്ക്ക് സാരി ഉണ്ട്, ആ ഒരു ഇതിലാണ് വാങ്ങിക്കണേ. പക്ഷെ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. പെട്ടെന്നൊരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാരികളൊക്കെ ഒന്നിച്ച് വാങ്ങിക്കണ്ടേ. അപ്പം നമ്മൾ സീരിയലിലൊക്കെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ, വലിയ റിച്ച് വീട്ടിലോട്ട് വിളിക്കരുത്. സാധാരണ ഒരു വീടാവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. പിന്നെ റിച്ച് വീട്ടിലേക്ക് വിളിക്കാറേ ഇല്ല. എപ്പോഴും ഇപ്പൊ മൂവീസിൽ ചെല്ലുമ്പോഴും ഞാൻ ചോദിക്കണേ, കൂറ കോട്ടൺ സാരിയാണോ നൈറ്റിയാണോ? റിച്ച് ആയിട്ടുള്ള ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് വേണമെന്നുണ്ടോ? ഒരു വൺ റിച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ച് വൺ റിച്ച് ആയിട്ട് വന്ന് വലിയ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ട്.